കൂപ്പകരങ്ങളോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെല്ലാം ഇറക്കി വയ്ക്കാൻ കർത്താവ് തന്ന സമയമാണിത്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച് നിനക്കായി ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും അതിലേറെ സ്നേഹത്തോടും ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. രക്ഷാനാമം വാഴ്ത്തിപ്പാട ആ പദമലരിൽ താണു വീണു വന്നിച്ചിട ആത്മനാഥ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ നിന്നെ പൂർണ്ണമായി കാണുന്ന കർത്താവ് ഈ അൾത്താരയിൽ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കൊക്കെ ഇതാ ഇറങ്ങി വരുന്ന ജീവിക്കുന്നവനായ കർത്താവ്. കണ്ണുനീരോടെ കർത്താവിനെ വിളിക്കാം. നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളൊക്കെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവസനത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതാണ്. മോനെ, നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ ഈശോയ്ക്ക് പറ്റും. നിന്റെ ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ നിന്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ ഈശോയ്ക്ക് പറ്റും. ഇതാ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ഇതിനും പറയാണ്, അപ്പസ്തോലന്മാരും യേശുവും യാത്ര ചെയ്തുകൊണ്ടിരുന്ന തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. നമ്മുടെ പലരുടെയും ജീവിതം നൗക ഇതേ അനുഭവത്തിലല്ലേ? മുങ്ങിപ്പോകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമല്ലേ?
ദാമ്പത്യ ബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, കുടുംബത്തിന്റെ സമാധാനം, സ്വസ്ഥത, സന്തോഷമൊക്കെ ഇങ്ങനെ മുങ്ങിപ്പോകുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ? അത് വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തുന്നില്ലേ? വല്ലാതെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? വല്ലാത്ത നീറുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നടക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പിടിച്ചുലയ്ക്കുന്നില്ലേ? കൊടുങ്കാറ്റ് പോലെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളില്ലേ? മകനെ ഓർക്കുമ്പോ, മകളെ ഓർക്കുമ്പോ, ഇവിടെ ദാമ്പത്യ ജീവിതം ഓർക്കുമ്പോ, മക്കളുടെ ജോലി മേഖലകൾ, പഠന മേഖലകൾ ഓർക്കുമ്പോ, അവരുടെ സ്വഭാവത്തെ ഓർക്കുമ്പോ, അവരുടെ വഴിവിട്ട ജീവിതത്തെ ഓർക്കുമ്പോ, സ്വന്തം ജീവിത പങ്കാളിയുടെ ദുശീലത്തെയും ദുസ്വഭാവത്തെയും ഓർത്തൊക്കെ വല്ലാതെ നിന്റെ മനസ്സ് പിടയുന്നില്ലേ? ചങ്ക് പിടയുന്നില്ലേ? കൊടുങ്കാറ്റടിക്കുന്നത് പോലെയല്ലേ ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നത്, നിന്റെ കുടുംബത്തിൽ വന്നത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സ്വപ്നം കാണാത്ത, ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ലാത്ത, ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമായ ചില കൊടുങ്കാറ്റ് അനുഭവങ്ങളല്ലേ മോനെ നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ അപ്പോസ്തലന്മാരൊന്നും പ്രതീക്ഷിച്ചതല്ല. യേശു അമരത്ത് കടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. വചനം പറയുകയാണ്, തോണി മുങ്ങത്തക്ക വിധം ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ ഉയർന്നു. തിരമാലകൾ ഉയർന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാ ഓരോ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധികളാ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു കെട്ടാൻ പറ്റാത്ത, അതിജീവിക്കാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്നില്ലേ? അങ്ങനെ ഇതാ വലിയ തിരമാലകള് ഈ തോണിയുടെ മേൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അടിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ. അപ്പോ വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ രക്ഷിക്കണമേ, ഇതാ ഞങ്ങൾ നശിക്കുന്നു. ഈശോ അവരത്ത് സുഖമായിട്ട് കടന്നുറങ്ങുകയാണ്. തിരമാലകൾ അടിച്ചപ്പോ, കൊടുങ്കാറ്റടിച്ചപ്പോ അപ്പോസ്തലന്മാര് യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ രക്ഷിക്കണമേ, ഇതാ ഞങ്ങൾ നശിക്കുന്നു. തിരുത്തപ്പെടേണ്ട വിഷയമാണ് അവർ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോസ്തലന്മാര് പറഞ്ഞത്. എന്താ? ഞങ്ങൾ നശിക്കാൻ പോവാ, ഞങ്ങൾക്കിനി രക്ഷയില്ല, കുടുംബത്തിന് രക്ഷയില്ല, മക്കള് രക്ഷപ്പെടില്ല, ജീവിത പങ്കാളി നന്നാകില്ല, വരുമാന മാർഗങ്ങൾ ശരിയാകില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. അച്ഛാ, ഞങ്ങളുടെ കുടുംബം തകർന്നു, ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം തകർന്നു പോയച്ചാ, ഇനി ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല അച്ഛാ എന്ന് പറയുന്ന എത്രയോ ജീവിതങ്ങൾ. നോക്കിക്കേ അപ്പോസ്തലന്മാര് പറഞ്ഞത് എന്താണെന്ന്. അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവർ കർത്താവിനെ ഉണർത്തി. കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, ഞങ്ങള് ഇതാ നശിക്കുന്നു, ഞങ്ങളിതാ നശിക്കുന്നു. മക്കളെ, ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതമാകുന്ന നൗകയുടെ അമരത്തുണ്ട്. അവിടെ ഈശോയുണ്ട്. ഈശോ നിന്റെ ജീവിതത്തിന്റെ നൗകയിലുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും, എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നീ നശിക്കില്ല. നീ നശിക്കാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല. കാരണം എന്താ? നിന്റെ ജീവിതത്തിന്റെ നൗകയിൽ അവനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ആ തോണിയിൽ അവൻ കൂടെയുണ്ട്. നശിക്കാൻ അവൻ സമ്മതിക്കില്ല, തകർന്നു പോകാൻ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ടല്ലേ ലാസർ മരിച്ച് അവനെ കർത്താവ് ഉയർപ്പിക്കുന്നതിന് മുമ്പ് കല്ലറയ്ക്ക് അടുത്ത് വന്നപ്പോ മർത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ഇത് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു.
ഭർത്താവ് പറഞ്ഞതാ, വലിയൊരു സത്യം അത്. അതെന്തേ? എന്താ ഈ സത്യം അപ്പസ്തോലന്മാർക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ പറ്റാതിരുന്നത്? യേശു കൂടെയുണ്ടല്ലോ, യേശുവുണ്ടല്ലോ കൂടെ. ആ യേശുവിനെ വിളിച്ചുണർത്തി അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. യേശു കൂടെയുള്ളപ്പോ നമ്മൾ എങ്ങനെയാ നശിക്കുന്നത്? യേശു കൂടെയുള്ളപ്പോ നമ്മൾ എങ്ങനെ തകർന്നു പോകും? യേശു കൂടെയുള്ളപ്പോ നമ്മൾ എങ്ങനെ പരാജയപ്പെടും? യേശു കൂടെയുള്ളപ്പോ നമുക്ക് എങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും? യേശു കൂടെയുള്ളപ്പോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പലരും പറയാറില്ലേ, അച്ഛാ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അച്ഛാ, ഞാൻ ഒറ്റയ്ക്കാണ് അച്ഛാ, എന്നെ ആരും സ്നേഹിക്കാനില്ല അച്ഛാ, എൻ്റെ ജീവിതം ഇങ്ങനെ അയച്ച, ഞാൻ മാത്രം ഇങ്ങനെ ആയി പോയച്ച, എന്നെ മാത്രം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആരുമില്ല അച്ഛാ. അപ്പസ്തോലന്മാര് പറഞ്ഞത് ദൈവസ്നേഹത്തിന്റെ, ദൈവസാന്നിധ്യത്തിന്റെ നിഷേധാത്മകമായ സ്വരമല്ലേ? ഈശോ കൂടെയുണ്ട്. മോളെ നീ വിശ്വസിക്ക്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ നശിക്കാൻ, നീ തളരാൻ, നീ തകർന്നു പോകാൻ അവൻ നിന്നെ അനുവദിക്കില്ല. അവൻ കൂടെ ഉണ്ടാകണം. നിന്റെ ജീവിതത്തിന്റെ നൗകയിൽ കടന്ന് അവൻ ഉറങ്ങുമെങ്കിലും ചെയ്യണം. അതിനെങ്കിലും നീ അനുവദിക്കണം. എഴുന്നേറ്റോളും. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, നിനക്കൊരു സങ്കടം ഉണ്ടാകുമ്പോ, നിനക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോ, നിന്നെ അലട്ടുന്ന ഒരു ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവം നിനക്കുണ്ടാകുമ്പോ അവൻ എഴുന്നേൽക്കും. നിന്റെ വിശ്വാസത്തിലാണ് നീ ഉറങ്ങിപ്പോയത്. കർത്താവല്ല ഉറങ്ങിപ്പോയത്, നീയാണ് ഉറങ്ങിപ്പോയത്. നിന്റെ വിശ്വാസത്തിൽ, നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ നീ വല്ലാതെ പരിഭ്രാന്തനായത്, വല്ലാതെ അസ്വസ്ഥനായത്, വല്ലാതെ സങ്കടപ്പെട്ടത്, വല്ലാതെ ഭയപ്പെട്ടിട്ട് പറഞ്ഞത്, കർത്താവേ ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന്. നമ്മളാരും നശിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് അവൻ തന്നെ കാൽവരിയിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായത്. കൊണ്ട് നമ്മളാരും നഷ്ടപ്പെട്ടു പോകില്ല, നമ്മളാരും നശിച്ചു പോകില്ല, നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളാരും തിരസ്കരിക്കപ്പെട്ടവരല്ല. നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്കൊരു ദൈവമുണ്ട്. കൊണ്ട് അങ്ങനെ പറയാൻ പോലും പാടില്ല. അത് ദൈവ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന സ്വരം. കർത്താവേ നീ കാണുന്നില്ലേ ഞങ്ങൾ നശിക്കാൻ പോവാ? ആരാ പറഞ്ഞ നശിക്കാൻ പോണെന്ന്? നീ കർത്താവിനെ നിന്റെ ഭവനത്തിന്റെ രക്ഷകനും നാഥനുമായി ചേർത്ത് വെക്ക്. നിന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി നിന്റെ കർത്താവിനെ നീ ചേർത്ത് പിടിക്ക്. പിന്നെ നീ എങ്ങനെ നശിക്കും? നിന്റെ കുടുംബം എങ്ങനെ നശിക്കും? കർത്താവ് നിന്റെ കുടുംബത്തിന്റെ രാജാവായി വാഴുമ്പോ ആർക്ക് നിന്റെ കുടുംബത്തെ തോൽപ്പിക്കാൻ പറ്റും? ഏത് ശത്രുവിന് നിന്റെ കുടുംബത്തെ തകർക്കാൻ പറ്റും? ഏത് അന്ധകാര ശക്തിക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ അധികാരം എടുക്കാൻ പറ്റും? നിന്റെ ജീവിതത്തെ കർത്താവല്ലേ സംരക്ഷിക്കുന്നേ? ഈശോയെ ഈ വിശ്വാസത്തിന്റെ ബോധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുക. ഈ വിശ്വാസത്തിന്റെ ബോധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന ഈ അവിശ്വാസത്തെ കർത്താവ് പരിശോധിച്ചതുപോലെ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ നീ പരിശോധിക്കുമ്പോൾ ചില കൊടുങ്കാറ്റ് അനുഭവങ്ങളിലൂടെ, ചില സഹനങ്ങളിലൂടെ, ചില രോഗങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, ബാധ്യതകളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ, ദൈവപരിപാലനയിലുള്ള ആശ്രയത്തെ, ദൈവ സ്നേഹബന്ധത്തെ ഒക്കെ പരിശോധിക്കുമ്പോൾ കർത്താവേ പതറിപ്പോകാതെ, തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണമേ. ഈശോയെ കരുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ട് ദൈവസനത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കാണാം. ഈശോയെ എന്നെ സഹായിക്കാൻ പറ. കർത്താവെ നീ എന്നെ സഹായിക്കാൻ പറ. എൻ്റെ ജീവിതം, ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നൗക ഇത് വല്ലാതെ ആടിയുലയുന്നുണ്ട്. പ്രലോഭനങ്ങളിൽപ്പെട്ട്, അവിശുദ്ധ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽപ്പെട്ട്, പാപത്തിൽപ്പെട്ട്, സ്വാർത്ഥതയിൽപ്പെട്ട്, അഹങ്കാരത്തിൽപ്പെട്ട്, അലസതയിൽപ്പെട്ട് ഒക്കെ കർത്താവേ എൻ്റെ ജീവിതം വല്ലാതെ ആടിയുലയുന്നുണ്ട്. അശുദ്ധി വല്ലാതെ എൻ്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. എൻ്റെ ചിന്തകളിലും എൻ്റെ മനസ്സിലൊക്കെ കടന്നുകൂടിയിരിക്കുന്ന അശുദ്ധ വിചാരങ്ങൾ, വികാരങ്ങളൊക്കെ കർത്താവേ എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. വിളിക്കേ, കർത്താവിനെ വിളിച്ചുണർത്ത്. തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, ഈശോ നിന്റെ കൂടെ ഉണ്ടല്ലോ. നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ വിളിച്ചുണർത്തുക. വേറൊന്നും പറയണ്ട. അവൻ നിന്നെ രക്ഷിച്ചോളും, അവൻ നിന്നെ
ശാസിച്ചോളും, അവൻ നിന്നെ സ്വന്തമാക്കിക്കൊള്ളും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട്, മോനെ, നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിൽക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ നിൽക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ടല്ലോ, നിന്റെ മാനസികമായി നിന്റെ കുടുംബാംഗങ്ങളൊക്കെ അല്ലാതെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിയിടുന്ന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഏതാനും നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, മക്കളുടെ വേദനകളെ നീ കാണണം. ഈശോയെ, ഇവിടെ ജീവിതത്തിന്റെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ നീ ശാന്തമാക്കണം. ഇവിടെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ കർത്താവേ നീ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുക. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മോനെ, ഇതാ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മെ പരീക്ഷിക്കുമ്പോൾ, നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, തീരാ ദുഃഖങ്ങളും തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, അങ്ങനെ കർത്താവ് നമ്മളെ പരിശോധിക്കുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അപ്പസ്വലന്മാരുടെ കർത്താവ് ചോദിച്ചില്ലേ? അവനെ വിളിച്ചുണർത്തിയപ്പോൾ ഈശോ അപ്പസ്വലന്മാരോട് ചോദിച്ച ചോദ്യം ഇതാണ്: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? എന്തിന് ഭയപ്പെടുന്നു? കർത്താവേ, അല്പവിശ്വാസ നിമിത്തം അമിത ഭയത്തിലേക്ക്, അമിത ആകുലതകളിലേക്ക് ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ആ ഭയത്തിൽ നിന്നും, ആകുലതകളിൽ നിന്നും, ആ വിശ്വാസക്കുറവിൽ നിന്നും കർത്താവേ ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല. കർത്താവാണെന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല. കർത്താവാണെന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. 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 കർത്താവേ, ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അയോഗ്യനും പാപിയും ബലഹീനനുമായ ഞാൻ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് എല്ലാവരിലേക്കും ആ പ്രാർത്ഥനയുടെ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇവർ. നിശ്ചയമായിട്ടും ദൈവ സാന്നിധ്യം ഇറങ്ങും. ഒരു പുതിയ ബന്ധക്കുസ്ത ഇറങ്ങും. കർത്താവേ, ആ പുതിയ ബന്ധക്കുസ്ത അനുഭവം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും നിന്റെ പരിശുദ്ധ നാമത്തിൽ ശാസിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. വലിയ വിശുദ്ധീകരണങ്ങൾ ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവേ, വചനത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ, അപ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞു, എന്ത്, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മോനെ, വിശ്വസിക്ക്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. പിശാചിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന് നിന്റെ രോഗങ്ങളെ, നിന്റെ അസ്വസ്ഥതകളെ ശാസിക്കാൻ പറ്റും. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയ കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാറ്റിനെയും കോളിനെയും അവന്റെ നാമത്തിൽ ശാസിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ, വിട്ടുമാറിപ്പോകട്ടെ. കർത്താവിയുടെ കുടുംബങ്ങളിൽ ശാന്തതയുണ്ടാകട്ടെ. ഇവിടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവിടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഒരു നാളും നിശബ്ദനാകില്ല. ആമേൻ. യേശുവാണ് എൻ്റെ ദൈവം. കരങ്ങളടിച്ച്. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല. യേശുവാണ് എൻ്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും ശക്തമായും ക്രൂശിലെ ദിവ്യയാഗം. ഈശോ, ഞാനെന്നും ഘോഷിക്കും ആമേൻ സത്യമായും ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. 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 സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകളെ തുറന്ന കർത്താവിനെ കാണാം. മോളെ, മോനെ, നീ നിന്റെ കുടുംബം കടന്നു പോകുന്ന കൊടുങ്കാറ്റിന്റെ അനുഭവം ഏതാ? നിന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന അനുഭവം എന്താ? നിന്റെ മരണതുല്യമായ വേദനയുടെ നടുവിലൂടെ കടന്നു പോകാൻ നിന്നെ അനുവദിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥ എന്താ? വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടല്ലേ? വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ടല്ലേ?
ആരോടും പറയാനും പങ്കുവെക്കാനൊന്നും പറ്റാതെ വല്ലാതെ നിന്റെ ഹൃദയം നേരുന്നുണ്ടല്ലേ? ചങ്കപിടയുന്ന അനുഭവത്തിന്റെ നടുവിലാണല്ലേ നിന്റെ ജീവിതം. ആരോട് പറയാൻ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ മക്കളുടെ കാര്യങ്ങൾ? എന്തുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയായി, അല്ലെ ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയാണെന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, അറിയാവുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തേ മകൻ ഇങ്ങനെ, മകൾ ഇങ്ങനെ, എന്തേ ജീവിത പങ്കാളി ഇങ്ങനെ? കർത്താവേ, താങ്ങാവുന്നതിനപ്പുറമായ ജീവിതത്തിന്റെ ഭാരം ഞാൻ വഹിക്കുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന ഈ തോണി മുങ്ങിപ്പോകുമോ എന്ന് പോലും ഞാൻ പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്, ആശങ്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം കൂടെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാകാം. മോനെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. ഈശോയല്ലേ പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇതാ കൂടെ നിൽക്കുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ആ ഈശോ നിന്നെ ആശീർവദിക്കാൻ പോവാ, നിന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോവാ, നിന്റെ വേദനകളെ, നിന്റെ സംഘർഷങ്ങളൊക്കെ ആശീർവദിക്കാൻ പോവാ. നിന്റെ കൊടുങ്കാറ്റിനെ ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവ് ശാസിക്കാൻ പോവാ. ശാന്തമാകും. കർത്താവ് ശാസിച്ചാൽ ശാന്തമാകാതിരിക്കില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും കർത്താവ് ആശീർവദിച്ച അത് കെട്ടടങ്ങാതിരിക്കില്ല. വിശ്വസിക്കുക. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതിസന്ധികളും കെട്ടടങ്ങുന്ന സമയമാണ് ഈ ആശീർവാദത്തിന്റെ സമയം. വിശ്വാസത്തോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,